രാജ്യമൊട്ടുക്കും കത്തിക്കയറാൻ വേണ്ടി BJP കാത്തുനിന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. വയനാട്ടിലെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസം. അതായത് UDF-ലെ പ്രധാന കക്ഷിയും കോൺഗ്രസിൻ്റെ ചാലകശക്തിയുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാകയും പാകിസ്ഥാൻ്റെ പതാകയും കാണുമ്പോൾ ഒരുപോലെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ആ നാട് തന്നെ ഇളകുമെന്നും UDF പ്രവർത്തകർ ആവേശത്തിമർപ്പിൽ ആറാടുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ ഈ പതാക പാറിപ്പറക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി അത് പാകിസ്ഥാൻ്റെ പതാക എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ കച്ചവടം പൊടിപിടിപ്പിക്കാനായിരുന്നു BJPയുടെ കാത്തിരിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരൊറ്റ പതാക പോലും ഇല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോകളും ബലൂണുകളും കൊണ്ടു നിറഞ്ഞ നയനമനോഹരമായ ഒരു കാഴ്ച കണ്ടതോടെ BJP ഞെട്ടിത്തെറിച്ചുപോയി. കാത്തുനിന്ന നിമിഷം മാവിയായിപ്പോയ സംഘടനത്തിൽ BJP നേതാക്കൾ തല തല്ലി മരിക്കുന്നത് നമ്മൾ കണ്ടു. തികഞ്ഞ മതേതരവാദിയും രാജ്യസ്നേഹിയുമായ രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാൻകാരനാക്കി തട്ടിപ്പ് നടത്താൻ കാത്തിരുന്ന BJP നാണം കെട്ട് നാശകോശമായ സ്ഥിതിക്ക് അവർ പിച്ചും പേയും പറയാൻ തുടങ്ങിയതാണ് ഇന്നലെ ഉച്ച മുതൽ തന്നെ. അത് സുരേന്ദ്രൻ മുതൽ ജാവദേക്കർ വരെ ആ പിച്ചും പേയും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതല്ല, ഇതിലേറ്റവും വലിയ വിഷമമുണ്ടായിരുന്ന ഒരു കൂട്ടർ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴിതാ അവരുടെ ആ വിഷമം അണ പൊട്ടി ഒഴുകുകയാണ്. കരുവന്നൂരും സ്വർണ്ണക്കടത്തും ലാവലിനും ഒക്കെ കൊണ്ട് ഏത് സമയവും ഉള്ളിൽ കിടക്കാൻ പാകത്തിൽ നിൽക്കുന്ന പിണറായിക്ക് രാഹുൽ ഗാന്ധിയെ പുലഭ്യം പറഞ്ഞാൽ BJPയുടെ കാരുണ്യം അല്പം പ്രതീക്ഷിക്കുകയാണ്. അത് അദ്ദേഹം ഭംഗിയായി നടപ്പിലാക്കുകയാണ്. അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാത്ത തരത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് നോക്കണം. ഇന്ത്യയുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു പതാക എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നുവെന്നും ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പതാകയ്ക്കും കോൺഗ്രസിൻ്റെ പതാകയുടെ രൂപം നൽകിയത് എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രയോ കോൺഗ്രസുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതിനെ അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലെകളുള്ള പതാകയാണത്. കോൺഗ്രസ് പതാക ഇല്ലാതാക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുമ്പോൾ അതിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നു എന്ന പച്ച നുണയും പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വർഗീയവാദികളെ ഭയക്കുന്ന തരത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നുവെന്നും സ്വന്തം പതാക വേണോ വേണ്ടയോ എന്ന് കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം, സ്വന്തം അസ്തിത്വം വലിച്ചെറിയുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക പാക് പതാകയാണെന്ന് BJP പ്രചരിപ്പിച്ചു. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്ന് അന്തസ്സോടെ പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരെ സമരം നയിക്കുക എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. എന്തൊരു ശുഷ്കാന്തി എന്ന് നോക്കണം. ഈ BJPയുടെ സുഹൃത്തായ മുഖ്യനും കാത്തിരുന്നത് ലീഗിൻ്റെ പതാക രാഹുലിൻ്റെ തലയ്ക്ക് മുകളിൽ പറക്കാനാണ്. അപ്പോൾ എടുക്കേണ്ട ഫോട്ടോയ്ക്കെല്ലാം ആളുകളെ തയ്യാറാക്കി വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വയനാടൻ തന്ത്രങ്ങൾക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമാകുകയാണ് BJPയും ഒപ്പം അവരുടെ ശിങ്കിടികളായ പിണറായി ഗ്രൂപ്പും. വയനാട്ടിൽ തന്ത്രം പാളിയതോടെ ഇന്നലെ ഉച്ച മുതൽ അലമുറയിട്ട് കരയുന്ന BJP നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആദ്യമായി ഗോവിന്ദനാണ്, CPM-ൻ്റെ സെക്രട്ടറി. നമുക്കറിയാം, ഗോവിന്ദനും ബാലനും പിണറായിയും കുടുംബവും ചേർന്നതാണ് CPM സംഘികളെന്ന് പലരും വിളിക്കുന്നത്. വയനാട്ടിൽ തോറ്റതിന് BJPക്കൊപ്പം ഇവരും പൊട്ടിക്കരയുകയാണ്. ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിലടിപ്പിക്കാനുള്ള പതാക നീക്കവും പാളിയതോടെ മുഖ്യൻ ആ പഴയ ആക്ഷൻ തന്നെ ഇനി കാണിക്കുന്നതായിരിക്കും.